ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും രുചിക്കൂട്ടിലേക്ക് സ്വാഗതം. നമുക്കിന്ന് കൊഴുക്കട്ട എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടി 2 കപ്പ് പച്ചരി മാവാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ്, തേങ്ങ വേണം. ഇനി നമുക്ക് ചൂടുവെള്ളം കൊണ്ട് കുഴച്ചെടുക്കാം. മാവിന് ചൂടുവെള്ളം കൊണ്ട് പാകത്തിന്, അതായത് നമ്മൾ ഇടിയപ്പത്തിനൊക്കെ കുഴയ്ക്കുമല്ലോ, അതേപോലെയാണ് ഞാൻ കുഴച്ചിട്ടുള്ളത്. ഇത് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്നതാണ്. വൈകുന്നേരം ചായയ്ക്ക് കൂടെ കഴിക്കാനായിട്ട് ഇത് നമുക്ക് എടുക്കാം. ഇത് വളരെ എളുപ്പവും തന്നെയാണ്. ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങ ചിരകി വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കാം. 4 സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ ഉലുവയാണ് ഞാനിതിൽ ചേർക്കുന്നത്. അത് വെന്ത് കിട്ടുമ്പോൾ നല്ല മണമായിരിക്കും ഇത് കഴിക്കാനായി. അത് കടിച്ച് തിന്നുമ്പോഴും നല്ലൊരു ടേസ്റ്റും മണമൊക്കെ ആയിരിക്കും. അതുകൊണ്ടാണ് ഞാൻ ഉലുവ ചേർക്കുന്നത്. ഇനി നമുക്ക് ഇഡ്ഡലി കുക്കർ അടുപ്പത്ത് വെച്ചതിന് ശേഷം ഈ മാവിനെ ഓരോ ഉരുളകളായിട്ട് ഉരുട്ടി നമുക്ക് വെച്ച് കൊടുക്കാം. കുഞ്ഞു കുഞ്ഞു ഉരുള, അതിന് ഷേപ്പൊന്നും അങ്ങനെ ഞാൻ എടുത്തിട്ടില്ല. വരും പോലെ അങ്ങനെ ഉരുട്ടി ഞാൻ വെച്ച് കൊടുത്തു. ആവിയിൽ വെച്ച് ഒരു 20 മിനിറ്റ് വേവിച്ചു. നല്ലോണം വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് തണുത്തതിന് ശേഷം പാത്രത്തിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മുടെ കൊഴുക്കട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ചെയ്ത് നോക്കണം. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ നമ്മുടെ കൊഴുക്കട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. താങ്ക് യു.